ടെക് ടു ലൈഫ് ബൈ ASSIയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മുടെ വീടുകളിലേക്കൊക്കെ സീലിംഗ് ഫാൻ വാങ്ങിക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ അത് ഫിറ്റ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, പിന്നെ ഇടിമിന്നലിൽ നിന്നൊക്കെ നമ്മുടെ ഫാൻ കത്തിപ്പോകാറുണ്ട് പലപ്പോഴും. അപ്പോൾ നമ്മൾ അതിനെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഫാൻ ഫിറ്റ് ചെയ്യുമ്പോൾ വയറിങ്ങിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ നമ്മൾ ജിപ്സം ബോർഡൊക്കെ സെറ്റ് ചെയ്തതിനു ശേഷം സീലിംഗ് ഫാൻ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാറ്റ് വളരെ കുറവായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതുപോലെ നമുക്ക് സിറ്റ് ഔട്ടിലൊക്കെ ഫാൻ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും നമ്മൾ ഉദ്ദേശിച്ച ഒരു കാറ്റ് കിട്ടാത്തൊരവസ്ഥ വരാറുണ്ട്. അപ്പോൾ അങ്ങോട്ടുള്ള ഏതെല്ലാം ഫാനാണ് നമ്മൾ വാങ്ങിക്കേണ്ടത് എന്നുള്ള ഒരു വിശദമായ വീഡിയോ ആണ് ഇന്ന് നോക്കുന്നത്. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സീലിംഗ് ഫാൻ വാങ്ങിക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല ബ്രാൻഡ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ബ്രാൻഡിനെ പറ്റി ഇപ്പോൾ നമുക്ക് ഒരുപാട് ബ്രാൻഡുകൾ ഇന്ത്യയിൽ ലഭ്യമാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും കുറഞ്ഞ ബ്രാൻഡുകളിലേക്ക് പോകരുത്. അതുപോലെ ലോക്കൽ മെയ്ഡായിട്ടുള്ള ഫാനുകൾ വാങ്ങിക്കരുത്. അങ്ങനെയുള്ള ഫാൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് കൂടുതലെടുക്കും, അതുപോലെ നമ്മൾ ഉദ്ദേശിച്ച കാറ്റ് ലഭിക്കില്ല, പിന്നെ നമുക്ക് ലൈഫ് വളരെ കുറവായിരിക്കും. ഇടി വെട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കത്താനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ഫാൻ വാങ്ങിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഫാനിൻ്റെ ബോഡി എന്ന് പറയുമ്പോൾ ഇത് കണ്ടോ, ഇതിപ്പോൾ ഓറിയൻ്റെ ഫാനാണ്, ഓറിയൻ്റെ സീലിംഗ് ഫാനാണ്. 1200 എമ്മത്തിൻ്റെ ഓറിയൻ്റെ സീലിംഗ് ഫാനിൻ്റെ മോട്ടറാണത്. അപ്പോൾ ഇത് അലൂമിനിയം ബോഡിയാണ്. ഇത് അലൂമിനിയം ബോഡിയാണെന്ന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. മറ്റേ കാസ്റ്റ് അയണൊക്കെ ഉണ്ട്, നമ്മൾ ലോക്കൽ മെയ്ഡിലൊക്കെ കാസ്റ്റ് അയണാണ് വരുന്നത്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് ഒത്തിരി വെയിറ്റ് ആയിരിക്കും, ഇതിന് വെയിറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഇങ്ങനെ ഹാങ് ചെയ്തിടുമ്പോൾ നമുക്കത് വളരെ ലോഡായിട്ട് കിട്ടുന്ന വൈബ്രേഷനൊക്കെ കാണിക്കും. പിന്നെ ഒത്തിരി ലോഡ് എടുത്ത് വർക്ക് ചെയ്യണ കാരണം നമ്മൾ ഉദ്ദേശിച്ച കാറ്റൊന്നും കിട്ടില്ല, പിന്നെ വൈൻഡിങ് പെട്ടെന്ന് ചൂടായി കത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും വാങ്ങിക്കുമ്പോൾ നല്ല ബ്രാൻഡഡ് തന്നെ ഇതുപോലെ സെലക്ട് ചെയ്യുക. പിന്നെ നമ്മൾ ഫാനിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വാങ്ങിക്കുമ്പോൾ എപ്പോഴും ഇന്നത്തെ കാലത്ത് നമ്മൾ 4 ലീഫുള്ള ഫാൻ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. 4 ലീഫ്. നമ്മളിപ്പോൾ ഈ ഫാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് വേണ്ടി പർച്ചേസ് ചെയ്തൊരു ഫാനാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ അറിയാം ഇതിന് 4 ലീഫാണ്. ഈ 4 ലീഫിലുള്ള ഫാനിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെറിയ സ്പീഡിൽ നമുക്ക് വളരെയധികം കാറ്റ് ലഭിക്കും. അപ്പോൾ നമ്മുടെ ഫാൻ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് വളരെ സൈലൻ്റായിട്ടായിരിക്കും ആ ഫാൻ വർക്ക് ചെയ്യുന്നത്. നമുക്ക് സൗണ്ട് ഡിസ്റ്റർബ് ഒന്നും ഉണ്ടാവില്ല. രാത്രി കിടക്കാൻ നേരത്തൊക്കെ ചെറിയ സ്പീഡിലിട്ടാലും നമ്മൾ നല്ല കാറ്റ് നമുക്ക് ലഭിക്കും. മറ്റേ 3 ബ്ലേഡുള്ള അല്ലെങ്കിൽ 3 ലീഫുള്ള ഫാൻ നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് നല്ല സ്പീഡ് ഇട്ട് കൊടുത്താലാണ് നമുക്ക് ഉദ്ദേശിച്ച ഒരു കാറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ ചെറിയൊരു വില വ്യത്യാസം നോക്കി നമ്മൾ 3 ലീഫിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച ഇന്നത്തെ ഒരു കാലഘട്ടം അനുസരിച്ച് നമുക്ക് 4 ലീഫാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഫാൻ വാങ്ങിക്കാനായിട്ട് കടയിൽ ചെല്ലുമ്പോൾ ഇന്ന് നമുക്ക് ഒരുപാട് മോഡലുകൾ നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. പല കമ്പനികളുടെ വിവിധ മോഡലുകൾ, ലൈറ്റുള്ള മോഡലുകൾ, അതുപോലെ ലീഫിൽ പല ആർട്ട് വർക്ക് ചെയ്തിരിക്കുന്ന മോഡലുകൾ, പല ഷേപ്പുള്ള മോഡലുകൾ, ലീഫിനൊക്കെ പല ഷേപ്പുള്ള ഫാൻ, ഒത്തിരി മോഡലുകൾ നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഫാൻ വാങ്ങുമ്പോൾ നമ്മൾ കാറ്റ് കിട്ടാനായിട്ടാണ് ഫാൻ വാങ്ങുന്നത്. ആ ഒരു ഓർമ്മ എപ്പോഴും വേണം. നമുക്ക് ഭംഗിക്ക് പ്രാധാന്യം കൊടുക്കണം, അത് വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമുക്ക് കാറ്റ് കിട്ടുമെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കിയിട്ട് വേണം ഫാൻ ലാസ്റ്റ് സെലക്ട് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ 3 ലീഫ് ഫാനിനെ അപേക്ഷിച്ച് നമ്മൾ 4 ലീഫുള്ള ഫാനാണെങ്കിൽ നമുക്ക് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ്. ഇന്നത്തെ നമ്മൾ മോഡേൺ വീടുകളിലേക്കൊക്കെ നമ്മളെപ്പോഴും ഒരു 4 ലീഫുള്ള ഫാൻ ഇട്ടാലാണ് നമുക്ക് ഉദ്ദേശിച്ചൊരു ഭംഗിയുണ്ട്. കാരണം ഇൻറ്റീരിയർ വർക്കും അതുപോലെ തന്നെ ആ പെയിൻറ്റിങ്ങും അതിൻ്റെ ആ റൂമിൻ്റെ അട്രാക്ഷനും എല്ലാം കൂടി എടുത്ത് കാണിക്കണമെങ്കിൽ നമുക്ക് ശരിക്കും ഒരു 4 ലീഫുള്ള ഫാൻ തന്നെ നമ്മൾ സെറ്റ് ചെയ്താലാണ് നമുക്ക് ആ ഭംഗി കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. പിന്നെ നമ്മൾ അടുത്തായിട്ട് നോക്കേണ്ടത് നമ്മൾ ഫാനിൻ്റെ വൈൻഡിങ് ഏതാണെന്ന് നോക്കണം. വൈൻഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാൻ വൈൻഡിങ് കോപ്പർ വൈൻഡിങ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ലോക്കൽ മെയ്ഡ് ഫാനിലൊക്കെ നമുക്ക് അലൂമിനിയം വൈൻഡിങ് കാണാൻ പറ്റും. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ബ്രാൻഡഡിലൊന്നും നമുക്ക് അലൂമിനിയം വൈൻഡിങ് ഉണ്ടാവില്ല, അത് കോപ്പർ വൈൻഡിങ് ആയിരിക്കും. അത് കംപ്ലീറ്റ് ഫാനിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഷോപ്പിൽ ചോദിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് നെറ്റിലൊക്കെ എടുക്കാവുന്നുള്ളൂ. അപ്പോൾ ഒരിക്കലും അലൂമിനിയം വൈൻഡിങ് ഉള്ള ഫാൻ നമ്മൾ എടുക്കരുത്, ചെറിയ വില വ്യത്യാസം നോക്കിയിട്ട്. അങ്ങനെയുള്ള ഫാൻ തന്നെ അപൂർവമാണ്. പക്ഷേ അങ്ങനെ ഒരു കാര്യം കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ അത്തരം ഈ അലൂമിനിയം വൈൻഡിങ് ഒക്കെ ഉള്ള ഫാൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഓവർ ഹീറ്റാവും. പിന്നെ അത് പെട്ടെന്ന് ഫാൻ കത്തിപ്പോകാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓരോ ഫാനും പലവിധ ടെക്നോളജി ഇന്ന് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫാൻ വൈൻഡിങ്ങിനൊക്കെ എക്സ്ട്രാ പ്രൊട്ടക്ഷനൊക്കെ ഉണ്ടോയെന്ന് നമ്മൾ അന്വേഷിക്കണം. അതെല്ലാം ആ ബോക്സിൽ അല്ലെങ്കിൽ ഫാനിൻ്റെ ഡീറ്റെയിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിച്ചിട്ട് പിന്നെ അതുപോലെ അതിൻ്റെ RPM എല്ലാം ശ്രദ്ധിക്കണം. RPM എല്ലാം നോക്കിയിട്ട് എത്ര വാട്ട്സാണ് അതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഫാൻ സെലക്ട് ചെയ്യേണ്ടത്.
പിന്നെ നമ്മൾ ഇന്നിപ്പോൾ സ്മാർട്ട് ഫാനൊക്കെ നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. നമ്മളിവിടെ ഈ പറഞ്ഞ ഫാനൊക്കെ സാധാരണ 70 വാട്ട്സിൽ വർക്ക് ചെയ്യുന്ന സാധാരണ ഫാൻ തന്നെയാണ്. സാധാരണ ഒരു ഫാനിന് 4 ലീഫുള്ള ഫാനിനൊക്കെ ശരിക്കും പറഞ്ഞാൽ RPM എന്ന് പറയുന്നത് നമുക്കത് ഇതിൽ കൃത്യമായിട്ട് നമുക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ അറിയാം RPM എല്ലാം ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലിപ്പോൾ എഴുതിയിട്ടുണ്ട് 70 വാട്ട്സ് 310 RPM എന്നൊക്കെ ഇതിൽ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഫാൻ ഇതിപ്പോൾ സിറ്റ് ഔട്ടിലേക്കുള്ള ഒരു 600 mm ഫാനാണ്. 600 mm അതായത് 60 സെൻറ്റിമീറ്റർ ഉള്ളൂ, 2 അടിയുള്ളൂ ഇതിൻ്റെ ടോട്ടൽ ഈ ഒരു ഡയ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇത്ര ഇവിടം വരെയുള്ള ലെങ്ത്ത്. അപ്പോൾ ഇതിന് ആ 310 RPM ഒരിക്കലും കാറ്റ് കിട്ടില്ല. അപ്പോൾ അതിന് കമ്പനി ചെയ്തിരിക്കുന്ന ടെക്നോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാൻ മോട്ടറിന് തന്നെ ചെറിയൊരു പ്രത്യേകത ഉണ്ട്. ഇതിൻ്റെ സ്പീഡ് ഹൈ സ്പീഡായിരിക്കും. ഇത് ഹൈ സ്പീഡിൽ 850 RPM ആണ്. ഇപ്പോൾ ഇത് ഓറിയൻ്റെ ഒരു മോഡലാണത്. ഇപ്പോൾ ഇതിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 850 RPM ആണ്. ഈ ഫാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനിപ്പോൾ 310 RPM ഉള്ളൂ. 310 RPM ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫാനിൻ്റെ ലീഫ് ചെറുതാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് കാറ്റ് കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു ടെക്നോളജി. ഇനി നമുക്ക് റൂമിൽ എങ്ങനെ ഫാൻ സെറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതായത് റൂമിൽ നമ്മൾ ഫാൻ സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും സീലിങ്ങിൽ നിന്ന് നമുക്ക് 30 സെൻറ്റിമീറ്റർ അതായത് ഒരടി താഴെ ആയിരിക്കണം നമ്മുടെ ലീഫ് നിൽക്കേണ്ടത്. അതുപോലെ തന്നെ വാളിൽ നിന്നെല്ലാം ഒരു 30 സെൻറ്റിമീറ്ററിൻ്റെ ഗ്യാപ്പ് കിട്ടണം. അപ്പോൾ നമുക്കൊരു 1 മീറ്റർ വീതിയുള്ള അതായത് ഡയമീറ്ററുള്ള ഫാനാണെങ്കിൽ നമുക്കൊരു 160 സെൻറ്റിമീറ്റർ നമുക്ക് കിട്ടണം. അതാണ് അതിൻ്റെ കണക്ക്. 30 സെൻറ്റിമീറ്റർ എപ്പോഴും മേളിലും 2 സൈഡിലും കിട്ടണം. അപ്പോൾ മിക്കവാറും നമ്മുടെ സിറ്റ് ഔട്ട് ഒഴിച്ച് ബാക്കിയുള്ള റൂമുകളിലെല്ലാം അത് കിട്ടും. പിന്നെ നമ്മൾ ജിപ്സം കൊണ്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ സീലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ PVC സീലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സീലിംഗ് അല്പം ഇറങ്ങിയാണ് വരുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ ഷാഫ്റ്റ് നമുക്ക് ഈ ഒരു ഷാഫ്റ്റ് നമുക്ക് അല്ലെങ്കിൽ ഈ ഒരു പൈപ്പ് നമുക്ക് എക്സ്ട്രാ ലെങ്ത്തുള്ള നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിച്ചിട്ട് അതിൻ്റെ ലെങ്ത്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ 30 സെൻറ്റിമീറ്റർ കിട്ടാവുന്നതിൽ ക്ലിയറൻസ് കറക്റ്റ് ചെയ്യണം. പിന്നെ നമ്മൾ ജിപ്സം കൊണ്ടൊക്കെ സീലിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ഫാനിൻ്റെ അവിടെ വരുമ്പോൾ ഇങ്ങനെ കട്ടിങ് കൊടുത്ത് കാണിക്കാറുണ്ട്. 4 സൈഡ് അല്പം മാറിയിട്ട് ഇങ്ങനെ കട്ടിങ് കൊടുത്തിട്ട് നമുക്കവിടെ ഷേപ്പ് ചെയ്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ജിപ്സം മേളിൽ കൂടെ തന്നെ പൊക്കോളും. ഫാനിൻ്റെ ഏരിയയിൽ മാത്രം അല്പം പൊങ്ങിയിട്ടായിരിക്കും സീലിംഗ് വരുന്നത്. അങ്ങനെയെല്ലാം ചെയ്യാവുന്നുള്ളൂ. പിന്നെ റൂമിൽ നമ്മൾ വീട് പണിയുമ്പോൾ തന്നെ ആവശ്യത്തിന് ഹുക്കിട്ടിരിക്കണം. ഹുക്ക് നമ്മൾ മിക്കവാറും എല്ലാ വീടിൻ്റെ ഒരു സെൻറ്ററിലായിട്ടാണ് നമ്മൾ ആ റൂമിൻ്റെ സെൻറ്ററിലായിരിക്കും ഈ ഹുക്ക് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ അല്പം വലിയ റൂമാണെങ്കിൽ നമ്മളതനുസരിച്ച് ഹുക്ക് മാറ്റി സെപ്പറേറ്റ് തന്നെ കൊടുത്തിരിക്കുക. അല്ലെങ്കിൽ നമുക്ക് പിന്നീടാണെങ്കിലും നമുക്ക് ഇപ്പോൾ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. നമുക്ക് എക്സ്ട്രാ ഡ്രിൽ ചെയ്തിട്ട് പിടിപ്പിക്കാവുന്ന ഹുക്കുകളൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ആ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് അടുത്ത് നോക്കേണ്ടത് റൂമിൻ്റെ വലിപ്പം അനുസരിച്ച് എങ്ങനെ ഫാൻ സെലക്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ പലർക്കും ഫാൻ എങ്ങനെ ഏത് വലിപ്പം കൊടുക്കണം അല്ലെങ്കിൽ അതിൻ്റെ ബ്ലേഡിന് എത്ര നീളം വേണം ഇതൊന്നും അറിയില്ല. ഏതെങ്കിലും ഫാൻ കടയിൽ ചെന്ന് അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ്റെ കൂടെ ചെന്ന് ഫാൻ വാങ്ങുന്നു, റൂമിൽ സെറ്റ് ചെയ്യുന്നു, നമുക്ക് ആവശ്യത്തിന് കാറ്റ് കിട്ടുന്നില്ല. അങ്ങനെ പല ബുദ്ധിമുട്ടുകളും വരാറുണ്ട്. അപ്പോൾ നമ്മൾ റൂമിൻ്റെ സൈസ് ഏകദേശം സ്ക്വയർ ഫീറ്റ് അനുസരിച്ച് മനസ്സിലാക്കണം. ഏകദേശം ഒരു 4 ബ്ലേഡുള്ള 4 ലീഫുള്ള ഫാൻ നമുക്ക് ഒരു 150 സ്ക്വയർ ഫീറ്റ് വരെ നമുക്ക് 4 ബ്ലേഡുള്ള ഒരു ഫാൻ വെച്ചാൽ മതി. അതിന് മേലോട്ടാണെങ്കിൽ നമുക്ക് ഇപ്പോൾ നമ്മൾ ഹാളിലൊക്കെ 2 ഫാൻ സെറ്റ് ചെയ്യുമ്പോൾ ആ റൂമിൻ്റെ ഒരു സൈഡിലൊക്കെ അല്ലെങ്കിൽ സെൻറ്ററിൽ തന്നെ അല്പം ലെങ്ത് ഉണ്ടെങ്കിൽ അവിടെ അനുസരിച്ച് ഹുക്ക് കൊടുത്തിട്ട് നമ്മൾ എക്സ്ട്രാ ഫാൻ സെറ്റ് ചെയ്യണം. ഒരു 150 സ്ക്വയർ ഫീറ്റ് വരെയാണ് നമുക്ക് ശരിയായിട്ട് കാറ്റ് കിട്ടുള്ളൂ. പിന്നെ ഒരു 200 സ്ക്വയർ ഫീറ്റ് വരെയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാം. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ചൊരു കാറ്റ് ആ ഫാനിൻ്റെ ആ ഏരിയയിൽ മാത്രമായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം നോക്കണം. റൂമിൻ്റെ സൈസ് അനുസരിച്ച് നമ്മൾ ഫാനിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കണം. ഇനി നമുക്ക് അടുത്ത് നോക്കേണ്ടത് നമ്മൾ ഈ മിക്കവാറും എല്ലാവർക്കുള്ള സംശയമാണ് സിറ്റ് ഔട്ടിലേക്ക് ഏത് ഫാനാണ് സെറ്റ് ചെയ്യേണ്ടത്, അതിൻ്റെ ലീഫ് എത്ര എണ്ണം വേണം, അതിൻ്റെ സൈസ് എത്ര വേണം എന്നുള്ള സംശയം പലർക്കും ഉണ്ട്. അപ്പോൾ നമ്മൾ മിക്കവാറും നമ്മുടെ സിറ്റ് ഔട്ട് സാധാരണ ഒരു വീടുകളുടെയൊക്കെ സിറ്റ് ഔട്ട് എന്ന് പറയുമ്പോൾ ഒരു 4 അടിയായിരിക്കും അതിൻ്റെ ഉള്ളിൽ കിട്ടുന്നത്, വീതി ഉണ്ടാവുന്നത്. ലെങ്ത്ത് കൂടുതലുണ്ടാവും. ലെങ്ത്ത് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഫാനിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കാം. അപ്പോൾ നമ്മളൊരു 100 സ്ക്വയർ ഫീറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഫാൻ, ഇപ്പോൾ ഇത് സിറ്റ് ഔട്ടിലേക്ക് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഫാനാണ്. ഇതിപ്പോൾ നമ്മുടെ ഓറിയൻറ്റിൻ്റെ കോർഡോ ഓർണമെൻ്റൽ എന്ന് പറഞ്ഞൊരു ഫാനാണ്. ആ ഒരു മോഡൽ. ഇപ്പോൾ ഇതിൻ്റെ ലീഫ് എന്ന് പറയുമ്പോൾ ഇത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഏകദേശം 9 ഇഞ്ചാണ് ഈ ലീഫിന് മാത്രം ലെങ്ത് ഉള്ളൂ. ടോട്ടൽ ഇവിടെ ഡയമീറ്റർ വരുന്നത് നമുക്ക് 600 mm അതായത് 60 സെൻറ്റിമീറ്റർ 2 അടി ആണ് നമുക്ക് വരുന്നത്. പക്ഷേ ഇതിൻ്റെ RPM ഞാൻ നേരത്തെ പറഞ്ഞു 850 RPM കറങ്ങുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ കാറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു ഫാൻ എന്നൊരു 100 സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിൽ ധാരാളമാണ്. 150 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ ഈ ഒറ്റ ഫാൻ മതി. അതിൽ കൂടുതൽ ലെങ്ത് ഉണ്ടെങ്കിൽ നമ്മൾ ഫാനിൻ്റെ ഹുക്കില്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഹുക്ക് കൊടുത്തിട്ട് വേറൊരു ഫാൻ നമ്മൾ ഗ്യാപ്പ് അനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം ഫാൻ വാങ്ങിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഫാനിൻ്റെ നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാം, ഇവിടെ ഒരു ബെൻഡ് കാണാം ഇങ്ങനെ താഴത്തേക്ക്. അപ്പോൾ ഇത് കറങ്ങുമ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് കാറ്റ് വലിച്ചിട്ട് നമുക്ക് തള്ളുന്നത്, ത്രസ്റ്റ് വരുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ ഈ ഏരിയ നമുക്ക് പരമാവധി ഈ ഒരു ബെൻഡുള്ള ഏരിയ കൂടുതലുണ്ടെങ്കിൽ അത്രയും കാറ്റ് കൂടുതലുണ്ട്. ഇവിടുത്തെ ബെൻഡ് കുറവാണെങ്കിൽ നമുക്ക് കാറ്റ് ആ ഫാനിന് വളരെ കുറവായിരിക്കും നമ്മൾ മനസ്സിലാക്കണം. എപ്പോഴും
ലീഫിൻ്റെ വീതി നോക്കിയാൽ മാത്രം പോരാ, നമുക്ക് ഈ ഏരിയയിൽ വീതി എത്ര ഉണ്ടെന്ന് നോക്കണം. ഇതിപ്പോൾ ചെറിയ ഫാനാണ്, ഇതിപ്പോൾ സിറ്റ് ഔട്ടിലേക്കുള്ളൊരു ഫാനാണ്. അപ്പോൾ നമുക്കൊരു 4 അടിയുള്ള സിറ്റ് ഔട്ടിലേക്കാണ് ഈ ഫാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വീതി കറക്റ്റാണ്. നമ്മൾ ആദ്യം പറഞ്ഞാൽ ഓരോ അടി വെച്ച് നമുക്ക് ചുറ്റും കിട്ടും. അപ്പോൾ ഇത് കറക്റ്റ് 2 അടി കറക്റ്റാണത്. ഇത് നമുക്ക് കറക്റ്റ് ആ സിറ്റുകളിലേക്ക് കൊടുക്കാവുന്ന ഒരു ഫാനാണ്. പിന്നെ വേണമെങ്കിൽ നമുക്ക് നമുക്ക് 3 അടിയുള്ള വാങ്ങിക്കാൻ കിട്ടും. നമുക്ക് ലെങ്ത് കൂടിയ സിറ്റ് ഔട്ട് 5 അടി ആണെങ്കിൽ നമുക്ക് 3 അടിയുടെ ഫാൻ സെറ്റ് ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ഏത് മോഡലിലും നമുക്ക് ലഭ്യമാണ്. ഇതിപ്പോൾ 1200 mm ഫാനിൻ്റെ ലീഫാണത്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഇവിടെ നോക്കിയാലും കാണാം, ഇതിന് നല്ല ഇവിടെ ടേപ്പർ ഉണ്ടാവും. നിങ്ങൾക്ക് വീഡിയോയിൽ എത്ര ക്ലിയർ ആവുമെന്നറിയില്ല. ഇവിടെ നോക്കിയാൽ കാണാം, ചെരിവ് കാണാം. ഈ ഏരിയയിലാണ് നമുക്ക് ഫാൻ ലോഡാവുന്നത്. ഇവിടെയാണ് കാറ്റ് ഇങ്ങനെ പിടിച്ച് ത്രസ്റ്റ് വരുന്നത്, താഴത്തേക്ക് തള്ളുന്നത്. അപ്പോൾ ഈ ഏരിയയിൽ വീതി ഇതിപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 1.5 ഇഞ്ചിൻ്റെ അടുത്ത് സ്ലോപ്പ് ഉണ്ട്. അപ്പോൾ അതുപോലെ നല്ല അത്യാവശ്യം ചെരിവുണ്ട്. ഇവിടെയാണ് ലോഡ് കൊടുത്ത് ഫാനിലെ കാറ്റ് കിട്ടുന്നത്. നമ്മൾ ഈ ഏരിയയുടെ ഇവിടെ വീതി കുറവാണെങ്കിൽ ആ ഫാനിന് കാറ്റ് വളരെ കുറവായിരിക്കും. അതെപ്പോഴും നമ്മൾ ഫാൻ വാങ്ങിക്കുമ്പോൾ ആ ബ്രാൻഡിൻ്റെ ലീഫ് എടുത്തിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. ലീഫ് പലപ്പോഴും മോട്ടറിൻ്റെ കപ്പാസിറ്റി കുറവാണെങ്കിൽ ഈ ലീഫിന് ഇവിടെ ബെൻഡ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ഈ ഏരിയയിലെ വീതിയും കുറവായിരിക്കും. അത് മോട്ടറിൻ്റെ കപ്പാസിറ്റി ഉള്ള മോട്ടറാണെങ്കിൽ ഇത്രയും ലീഫ് കൊടുക്കാൻ പറ്റും. ലോഡ് എടുത്ത് അല്ലെങ്കിൽ ഈ ഇതുപോണം ലീഫ് വളച്ച് വെച്ച് ഇതുപോണം ബെൻഡ് ഉണ്ടെങ്കിൽ ആ മോട്ടർ പെട്ടെന്ന് സീലിംഗ് ഫാൻ ചൂടായിട്ട് കത്തിപ്പോവും. അപ്പോൾ ശരിക്കും നല്ല കപ്പാസിറ്റി ഉള്ള ഫാനിന് മാത്രമേ ഇത്തരത്തിലുള്ള ഏരിയ ഒക്കെ ഉണ്ടാവുള്ളൂ. അതെപ്പോഴും ലീഫിൽ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സീലിംഗ് ഫാൻ ഫിറ്റ് ചെയ്തതിനു ശേഷം എല്ലാവർക്കും ഉള്ള ഒരു പരാതിയാണ്, നമ്മൾ പുതിയ ഫാൻ വാങ്ങിച്ച് ഫിറ്റ് ചെയ്താലും ഒരു സീസണിൽ നമുക്ക് മഴക്കാലത്ത് ഇടി വെട്ടുമ്പോൾ ഫാൻ കത്തിപ്പോവുക എന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി പലപ്പോഴും നമ്മൾ പഴയ സിസ്റ്റത്തിലുള്ള വയറിംഗ് ആണ് ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സിസ്റ്റമൊക്കെ മാറ്റിയിട്ട് നമ്മൾ എപ്പോഴും ഫാൻ സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ വീഡിയോയിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഈ ഒരു റബ്ബറിൻ്റെ ബുഷാണ് നമ്മുടെ സീലിംഗ് ഹൂക്കിലേക്ക് കൊടുക്കുന്നത്. അതൊരിക്കലും നല്ല ക്വാളിറ്റിയുള്ള ബുഷ് തന്നെയായിരിക്കണം. ഒരിക്കലും നമ്മൾ ആ ഹുക്കായിട്ട് ഇതിൻ്റെ ഈ ഫാൻ്റെ മെറ്റൽ പാർട്സ് ഒന്നും ടച്ച് ചെയ്യരുത്. അത് സെറ്റിങ്ങിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇവിടെ കാണാം, ഇപ്പോൾ ഈ ഫാനിവിടെ എർത്ത് കൊടുക്കാനുള്ള സംവിധാനം ഒരു സ്ക്രൂ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ക്രൂ ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും എർത്ത് കൊടുക്കാം. അതിനൊരു ക്ലിപ്പ് വാങ്ങിച്ചിട്ട് നമുക്ക് വയർ കൊടുക്കാം. അതൊന്നും സാധാരണ ഇലക്ട്രീഷ്യന്മാർ ചെയ്യാറില്ല. അപ്പോൾ നമ്മൾ അത്തരം ഈ ലൈറ്റിനിങ് ഉള്ള സ്ഥലമാണെങ്കിൽ നമ്മൾ എർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. അത് നിർബന്ധമാണത്. എർത്ത് സാധാരണ നമ്മൾ വേറെ എന്തെങ്കിലും പ്ലഗിൽ എർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഫാനിനും എർത്ത് കൊടുക്കാം, നമുക്കൊരു പ്രശ്നമില്ല. അത് പ്രൊട്ടക്ഷൻ കൂടുകയുള്ളൂ. പിന്നെ ഇടിമിന്നലുള്ള സ്ഥലത്തൊക്കെ നമ്മൾ ഫാനിൻ്റെ വയറിംഗ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഫാനിൻ്റെ സാധാരണ ഇതിൽ എല്ലായിടത്തും നമ്മൾ ഫാനിൻ്റെ ഫേസ് മാത്രമാണ് കൺട്രോൾ ചെയ്യുന്നത്. ഫേസ് മാത്രം സ്വിച്ചിൽ കൂടെ കടത്തിയിട്ട് ഓൺ ഓഫ് ചെയ്യുന്നു. അപ്പോൾ ശരിക്കും ലൈറ്റിനിങ് ഒക്കെ ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഫാൻ ഇങ്ങനെ ഇടിവെട്ടി കത്തിയ സ്ഥലങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളവിടെ ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ മോഡുലാർ ടൈപ്പ് DP സ്വിച്ച് വാങ്ങിക്കാൻ കിട്ടും. അതിൽ നമുക്ക് ന്യൂട്രും ഫേസും കൺട്രോൾ ചെയ്യാം. അപ്പോൾ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ നമ്മുടെ ന്യൂട്രും ഓഫ് ആവുന്നു, ഫേസും ഓഫ് ആവുന്നു. അപ്പോൾ നമ്മുടെ ഈ ഫാനിലേക്ക് യാതൊരുവിധ കോൺടാക്റ്റും, നമുക്ക് കറണ്ടിൻ്റെ യാതൊരു കോൺടാക്റ്റും അതിലേക്ക് ചെന്നില്ല. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഫാനിൻ്റെ ലൈഫൊക്കെ കൂട്ടിയെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ പല സ്ഥലത്തും അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പിന്നീട് കണ്ടിട്ട് ഒരുപാട് വലിയ ഇടിവെട്ടുമ്പോൾ മാത്രമാണ് ആ ഒരു പ്രശ്നം കണ്ടിട്ടുള്ളത്. സാധാരണ നോർമൽ സ്ഥിരം കത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തൊക്കെ നമുക്ക് ന്യൂട്രൽ ഫേസും കൺട്രോൾ ചെയ്യുക. അതുപോലെ തന്നെ എർത്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ബോർഡിലുള്ള ELC ഇവിടെ എർത്തെല്ലാം നമ്മൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരു പരിധിവരെ നമുക്ക് ഫാനിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. നിങ്ങൾക്ക് ഞാൻ ചെയ്ത ഈ വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പരമാവധി നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലി സുഹൃത്തുക്കൾക്കും മറ്റുള്ളവർക്കും പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.